ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ മതിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗേറ്റ് ലാമ്പുകൾ അല്ലെങ്കിൽ വീടിൻ്റെ മതിലിൻ്റെ ഫ്രണ്ടിലുള്ള ലൈറ്റുകളൊക്കെ എങ്ങനെ നമുക്ക് കൊടുക്കാമെന്നാണ് നോക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത് മതിലിന് ചേർന്നുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്ന്. ഇതിപ്പോൾ ഓൾറെഡി മതിൽ ചെയ്തിരിക്കുന്നത് കർവ് രീതിയിലാണ് ഓരോ പിന്നും ചെയ്തിരിക്കുന്നത്. അപ്പോൾ കർവിൻ്റെ സെൻറ്ററിൽ വരാവുന്ന രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് മുകളിലേക്കും താഴേക്കുള്ള ലൈറ്റുകൾ കൊടുക്കാൻ അതിൻ്റെ സെൻറ്ററിലാണ് പോയിന്റുകൾ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ പോയിന്റുകളെല്ലാം തന്നെ വെട്ടി പുറത്തേക്ക് അതായത് വീടിൻ്റെ അകത്ത് സൈഡിലേക്കാണ് പൈപ്പുകൾ ഇട്ടിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ വരുന്നത് വെച്ചാൽ 2 പിന്നുകളാണ് വരുന്നത്. അത് മെയിൻ ഗേറ്റ് കൂടാതെ ഇപ്പോൾ വരുന്ന ട്രെൻഡാണ്, ഒരു മെയിൻ ഗേറ്റ് കൂടാതെ വീണ്ടും ഒരു പിന്ന് കൂടി വരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ സെൻട്രലായിട്ട് 2 ലൈറ്റ് പോയിന്റുകൾ, പിന്നെ അത് കൂടാതെ തന്നെ ചെറിയൊരു ഗേറ്റ് കൂടി വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ മെയിൻ ഗേറ്റ് കൂടാതെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മെയിൻ ഗേറ്റ് തുറക്കേണ്ടതുള്ളൂ. അല്ലാതെ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ചെറിയൊരു ഒരാൾക്ക് 2 ആൾക്ക് 3 ആൾക്ക് കടന്നാൻ പറ്റുന്ന ചെറിയൊരു എൻട്രൻസ് കൂടി ഉണ്ടാവും. അതിൻ്റെ പിന്നുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഒരു പൈപ്പ്, അതായത് ISA പൈപ്പ് ഇടാണെങ്കിൽ ഏറ്റവും നല്ലത്. പൈപ്പ് മുകളിലേക്ക് ഇട്ടതിന് ശേഷം പുറത്തേക്ക് അതിൻ്റെ ഓപ്ഷൻ ഇട്ട് വയ്ക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പിന്നിൻ്റെ സെൻറ്ററിൽ വരുന്ന പോയിന്റുകളാണ്. ആ പിന്നിൻ്റെ പോയിന്റുകളെല്ലാം തന്നെ സെൻറ്ററിൽ വെട്ടി പുറത്തേക്ക് വെച്ചിരിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ മെയിൻ ഗേറ്റാണ് വരുന്നത്. ഈ മെയിൻ ഗേറ്റിൻ്റെ 2 പിന്നുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലൈറ്റുകളെല്ലാം കൊണ്ടുപോകുന്നതിന് മെയിനായിട്ട് ഒരു PVC ബോക്സോ അല്ലെങ്കിൽ ഒരു മെറ്റൽ ബോക്സോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഗേറ്റ് ലാമ്പാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ്. കാരണം പുറത്ത് കിടക്കുന്നതുകൊണ്ട് മഴവെള്ളം കയറാൻ ചാൻസും അതുപോലെ തന്നെ വണ്ടി എന്തെങ്കിലും കയറി പൊട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും നമുക്കൊരു സെപ്പറേറ്റ് ഒരു ബോക്സ്, ഇപ്പോൾ PVC ബോക്സ് വെച്ചേക്കണ പോലെ അതുപോലെ ഒരു PVC ബോക്സ് വയ്ക്കുക. ആ PVC ബോക്സിലേക്ക് വേണം എല്ലാ കണക്ഷൻസും അതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ആ സെക്ഷൻ മാത്രം അഴിച്ചിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് കംപ്ലൈൻറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഏത് സെക്ഷനിലേക്കാണ് കംപ്ലൈൻറ്റ് ഉള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ സെക്ഷനിൽ നിന്ന് വരുന്ന പൈപ്പ്, ഈ പൈപ്പ് സെപ്പറേറ്റ് ആ പറയുന്ന PVC ബോക്സിൻ്റെ ഇതിലേക്ക് കയറ്റുക. അതിന് എല്ലാ സെക്ഷനിൽ നിന്നും വരുന്ന പൈപ്പുകൾ സെപ്പറേറ്റ് മാക്സിമം സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ കാണുന്ന രീതിയിൽ ഒരു 10/4 അല്ലെങ്കിൽ 10/6 ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. ഒരു PVC ബോക്സ് തന്നെ വെച്ചിരിക്കുന്നത്. ആ ബോക്സിലേക്ക് നമുക്ക് എല്ലാ വയറുകളും കൊണ്ടുവരുന്ന കയറ്റി കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ആ സെക്ഷൻ നമുക്ക് അഴിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷനിലേക്ക്, അതായത് ആ ബോക്സിലേക്ക് വരുന്ന കണക്ഷൻസ് നമ്മൾ മാക്സിമം പൈപ്പ് ഒഴിവാക്കിയിട്ട് കേബിൾ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ആർമേഡ് കേബിളുകളോ അല്ലെങ്കിൽ UG കേബിളുകളോ ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം കംപ്ലൈൻറ്റ്സ് മാക്സിമം കുറഞ്ഞെടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നിൻ്റെ സെൻറ്ററിലായിരിക്കണം നമ്മൾ ആ പൈപ്പ് പൊക്കി നിർത്തേണ്ടത്. കാരണം അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് സെൻറ്ററിൽ അല്ലെങ്കിൽ നമ്മൾ ഗേറ്റ് ലാമ്പ് പിടിപ്പിക്കുന്ന സമയത്ത് മാറിപ്പോകാനുള്ള സെൻറ്റർ മാറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പിന്നിൻ്റെ ഓരോ പിന്നിൻ്റെ സെപ്പറേറ്റ് ഇറക്കി നമ്മൾ സെപ്പറേറ്റ് മണ്ണിലൂടെ അല്ലെങ്കിൽ മണ്ണിലൂടെ കൊണ്ടുപോകുന്നതിന് ശേഷം മണ്ണിലൂടെ താഴ്ത്തി സെപ്പറേറ്റ് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ആ സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നിൻ്റെ ഫ്രണ്ടിൽ ആ കർവ് വരുന്ന സെക്ഷൻ അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കുന്ന സ്ഥലത്താണെങ്കിലും ഒരു പൈപ്പ് നമ്മൾ സെപ്പറേറ്റ് ഇറക്കിയിട്ട് കാണാൻ സാധിക്കും. ഈ പൈപ്പും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് കൊണ്ടുപോയി ഈ പറയുന്ന PVC ബോക്സിലേക്ക് കയറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ മെയിനായിട്ട് വരുന്ന സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കണക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പുറത്ത് ഒരു ബോക്സ് വയ്ക്കുക. മഴ നനയാത്ത രീതിയിൽ ഒരു ബോക്സ് വെച്ചതിന് ശേഷം അതിലൂടെ ഒരു പൈപ്പ് വെട്ടി താഴേക്ക് ഇടുക. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഒരു പിന്നിൻ്റെ സൈഡിൽ, അതായത് ഇവിടെ ഗാർഡൻ വരുന്നതാണ്, ചെറിയ ഗാർഡൻ വരുന്നതിൻ്റെ ഒരു 3-ൻ്റെ ബോക്സ് കൊടുത്തു. ആ 3-ൻ്റെ ബോക്സിൽ നിന്ന് താഴേക്ക് 2.25 ഇഞ്ച് പൈപ്പ് താഴേക്ക് വെട്ടിയിട്ടുണ്ട്. അതിന് 2 ഇഞ്ച് ആയാലും കുഴപ്പമില്ല, അത് വെട്ടിയിട്ടുണ്ട്. ഈ പൈപ്പാണ് നമ്മൾ ഓൾറെഡി ഗേറ്റിലേക്ക് കൊണ്ടുപോകാനും ഗാർഡൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ വയറിങ്ങിൻ്റെ സമയത്ത് വെട്ടിപ്പൊളിക്കുമ്പോൾ ഈ ഐഡിയകളെല്ലാം കണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗാർഡൻ ലൈറ്റും ഗേറ്റ് ലാമ്പും കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.